ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിറച്ചി വരട്ടിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ബീഫ് ഫ്രൈ, ബീഫ് വരട്ടിയത് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട്, അതായത് ഓയിലൊന്ന് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. കാര്യം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം നമ്മുടെ എണ്ണ ചേർക്കാത്ത മീൻ ഫ്രൈ റെസിപ്പി കണ്ടിട്ട് ഒത്തിരി പേര് ബീഫ് എങ്ങനെ ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് എണ്ണ ലിമിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കുറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അല്പം കൂടി കൂടുതൽ ബീഫ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നമുക്ക് നല്ലത് നല്ല എന്താണ് പാടയൊന്നും ഇല്ലാത്ത, അതായത് കൊഴുപ്പൊക്കെ കുറഞ്ഞിട്ടുള്ള ഇറച്ചിയാണ് എടുക്കാനായിട്ട് നല്ലത്. ഇപ്പോൾ എനിക്ക് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഇറച്ചി ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിവിടെ പൊടികൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഈ ഒരു ടീസ്പൂണിന് 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ. ഇത് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി അതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 15 അല്ലി, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചൊക്കെ ചേർക്കാം. ഞാൻ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 1 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം. ഞാൻ 1/2 നാരങ്ങയുടെ നീര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇറച്ചിയിലേക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കാം. കറിവേപ്പില ചേർക്കാം. പിന്നെ ഞാനിവിടെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയിൽ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കുക്കർ ഓരോരുത്തരുടെയും വലിപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എത്ര വിസിലെന്ന് ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിലുള്ള വ്യത്യാസം അനുസരിച്ച് നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് നന്നായിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ചിക്കനിലേക്ക് പുരട്ടാനുള്ള പൊടികളെല്ലാം വറുത്താണ്, അല്ലെങ്കിൽ എണ്ണയിലൊന്ന് മൂപ്പിച്ച് ചേർത്തത്. വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എണ്ണ കുറച്ച് ചേർക്കേണ്ടത് കൊണ്ട് ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ഇത് കഴിക്കുന്നതിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. ബാച്ചിലേഴ്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു വ്യത്യസ്തമായൊരു രുചിയായിരിക്കും അത്. താളിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 1 പിടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇത് ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കേണ്ടവർക്ക് അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇറച്ചി ഒന്ന് താളിച്ചെടുക്കണം. ഇറച്ചി വെന്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും, ചാറൊക്കെ ഉണ്ടാകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ ആ ഇറച്ചിയിൽ നിന്ന് കുറച്ച് ചാറ്, അതായത് കൊഴുപ്പ് ഉള്ള ഇറച്ചി ആകുമ്പോൾ ചാറ് ഇതിൽ ചേർത്തിട്ട് ഒട്ടും എണ്ണ ചേർക്കാതെ വേണമെങ്കിൽ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരല്പം എണ്ണ ചേർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ആ ചാറ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചതിന് ശേഷം എടുക്കാം. ഞാനിവിടെ
2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് മൊരിയുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിനി ഉള്ളി ചതച്ചത്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റുക നമ്മൾ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ, കാലുവേദന അതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇറച്ചി, അതായത് റെഡ് മീറ്റുകൾ എല്ലാം തന്നെ ഒഴിവാക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരല്പം കഴിക്കാം, എന്നാലും അതൊരു ശീലമാക്കണ്ട. ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ നമ്മൾക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, പക്ഷേ അത് പതിവാക്കണ്ട. അങ്ങനെയുള്ളവർക്ക് കൂടുതലും നല്ലത് ചിക്കനാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗ്രേവി ഇതിലുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് വയ്ക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇറച്ചി ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇടയ്ക്ക് സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കുറേശ്ശെ വെളിച്ചെണ്ണ, അതായത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു രുചിയാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ പാടില്ലാത്തവർക്ക് അങ്ങനെ ഒട്ടും ഓയിൽ ചേർക്കണ്ട. ഞാനൊരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഇത് കഴിക്കുന്നതിന് പ്രശ്നമില്ലാത്തവർക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ നേരുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.